കല്യാണത്തിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ അങ്ങനെ കുറെ എടുത്തായിരുന്നു. പക്ഷെ സത്യം പറഞ്ഞ വീഡിയോസ് കൊള്ളാവോ ഇല്ലയെന്ന് എനിക്ക് അറിഞ്ഞോളൂ. എന്തൊക്കെ കാട്ടിക്കൂട്ടിയെടുത്ത പോലെ ഒരു ഐഡിയ ഇല്ല. അങ്ങനത്തെ ഒക്കെ രീതിയിൽ എടുത്ത് ഇത് ചെയ്യണമെന്ന് പറഞ്ഞൂടാ. പക്ഷേ എന്തായാലും ഞാൻ എങ്ങനെയെങ്കിലൊക്കെ ഇറക്കാനുള്ള പ്ലാനിലാണ്. ഇടും. ഹേ ഗായ്സ്, വെൽക്കം ടു അനദർ വീഡിയോ. ആൻഡ് ഇന്ന് നമ്മുടെ ദിനീഷ് ചേട്ടന്റെ കല്യാണമാണ് നടക്കുന്നത്. നമ്മളിപ്പോ നെല്ലിമൂട് പള്ളിയിലാണ്. ഇവിടെ വെച്ചാണ് കെട്ട് കിടക്കുന്നത്. ആൻഡ് ഇവിടെ ഇപ്പോൾ ഒരുക്കങ്ങൾ തുടങ്ങുന്നേ ഉള്ളൂ. ഞാൻ ഇവിടെ നേരത്തെ എത്തി. കൊയർ പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അപ്പോൾ വേറൊരു ചേട്ടനെ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നേരത്തെ വന്നിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഒരുക്കങ്ങൾ ഇതാ ഇപ്പോൾ കാണാം. കണ്ടില്ലേ, കൂട്ടിട്ടുണ്ട്. പക്ഷെ ഇത് കല്യാണ ചെക്കനല്ല, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇത് കല്യാണ ചെക്കനല്ല. ചെക്കൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. ഗൈസ്, അപ്പൊ അതാണ് നമ്മുടെ ക്വാരിറ്റി. ഞാൻ അവരെ കൂടുതൽ ഡിസ്റ്റർബ് ചെയ്യാനല്ല, ഞാൻ പിന്നീട് വേണമെങ്കിൽ അവരെ പരിചയപ്പെടുത്തി തരാം. ഗൈസ്, നമ്മുടെ കല്യാണ അവന് വരെ പെണ്ണ് കിട്ടി. കൈയില്ല, നമുക്ക് കൈയുണ്ട്. മേക്കപ്പൊന്നും കാണാനില്ല. പിന്നെ ചേച്ചി ഒന്ന് വിളിച്ചു പറ്റുമ്പോ പൈസ കളഞ്ഞത്. പിന്നെ ഇവിടെ ഇങ്ങനെ തേച്ചൊക്കെ വെച്ചിരിക്കുന്ന എന്തിന്? നീ കുളിച്ചില്ലേ? കുളിക്കാതെ ഉണ്ടോ കല്യാണത്തിന്? അപ്പൊ കല്യാണം ഭംഗിയായിട്ട് അടയ്ക്കാണ്. ഇപ്പൊ കുർബാന തുടങ്ങാൻ വേണ്ടി പോകുന്നു. നമ്മളിനി കുറച്ച് സർപ്രൈസ് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ കുറച്ച് കോസ്റ്റ്യൂംസ് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ പോവുകയാണ്. ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് സ്വന്തം ഞെട്ടണം. അങ്ങനത്തെ രീതിയിലൊന്ന് പ്ലാൻ ചെയ്യാനൊക്കെയാണ് പ്ലാൻ. നടക്കുമെന്ന് അറിഞ്ഞൂടാ. ഓക്കെ, ആൻഡ് നമുക്ക് പോയിട്ടില്ല. ഹായ് മമ്മി, അറിയൂ കല്യാണത്തിന്റെ വിശേഷങ്ങൾ. എങ്ങനെയുണ്ട് കല്യാണം? കല്യാണം സൂപ്പർ ആയിരിക്കും. ഇനി സദ്യ ഇവിടെ കഴിച്ചാലേ സൂപ്പർ എന്ന് പറയാൻ പറ്റും. സദ്യ എങ്ങനെയാ അറിഞ്ഞൂടാ? അറിഞ്ഞില്ല, കഴിച്ചില്ലല്ലോ. അതെ അതെ, ശരിയാണ്. പൈസ ഉണ്ടാക്കാൻ വേണ്ടി നമ്മളെ കൊല്ലണ ഇങ്ങനെയൊക്കെ പൈസ. അപ്പം ഡ്യൂ ടു നമുക്കിനി കുറച്ച് സർപ്രൈസ് ഒക്കെ ചെയ്യാറുണ്ട് കല്യാണത്തിന്. അപ്പൊ നമ്മളിനി ഡ്രസ്സ് മാറ്റൽ കുറച്ച് ചടങ്ങുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ എന്റെ ക്യാമറ ആൻഡ് എന്റെ സംസാരങ്ങളെല്ലാം ഇനി ഞാൻ കൈമാറുന്നത് നേരെ ആൻമരിയ ചേച്ചിയിലാണ്. ഓക്കെ, ആക്ച്വലി ഫുൾ തിരക്കിലാണ് കോസ്റ്റ്യൂം ഒക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിട്ട്. എല്ലാം നമ്മളെ പിള്ളേരെ കല്യാണം. എന്തോന്ന് പുകലിടാനാ? ഇതാ നമ്മളെ ധനീഷിന്റെ ഭാര്യയുടെ കല്യാണം. ഇത് ജോഹന. ഇതിൽ ആരാണ് ജോഹനയും എന്ന് ചോദിക്കരുത്, എനിക്കറിയത്തില്ല. ഇവർ ട്വിൻസ് ആണ്. ഇത് ഗൈസ്, ഇവര് നമ്മളെ കൊതിപ്പിക്കുകയാണ്. ഇവര് പിടിച്ച് ആവശ്യമില്ലാതെ നമ്മളിങ്ങനെ പായസം കുടിച്ചിട്ട് കഴിക്കാത്ത നമ്മളെ നോക്കിയിട്ട് ഗൈസ് നമ്മളിവിടെ കഴിക്കാതെ നിൽക്കുവാണേ. ഇവരുണ്ടല്ലോ, ഇവർ കഴിച്ചിട്ട് നമ്മളെ കൊതിപ്പിക്കുന്നു. സത്യം ഗൈസ്, ഇവള് മെയിൻ. പക്ഷെ ഇവര് മിസ് ചെയ്തൊരു സാധനമുണ്ട്, ആ കരിക്കും കേക്ക്. സത്യം ഗൈസ്, നമ്മൾ കേക്ക് കഴിച്ചു. ആ കേക്ക് ഉണ്ടല്ലോ, നൈസ് കേക്ക്, കരിക്കിന്റെ കേക്ക്, സെയിം കേക്ക്. അതെ, പക്ഷെ ഇവരത് കഴിച്ചില്ല. ഇവര് പായസം അല്ലേ കുടിക്കുന്നത്, നമുക്ക് മൈൻഡ് ചെയ്യണ്ടല്ലോ. അഞ്ജലി ഓസിന് വന്ന് കഴിക്കണം. അടിപൊളി സദ്യ, വേറെ ഒന്നും പറയാനില്ല. ഹലോ ഷേഖ്, കേൾക്കുന്നുണ്ടോ? പപ്പടമൊക്കെ ഒളിപ്പിച്ച് വെക്കുന്നത് മാക്കാൻ പറ്റുന്ന ഫേസ് ആണെങ്കിൽ പിന്നെ സ്പൈഡർമാനാണ്. അറബി കം സ്പൈഡർമാൻ. ഇറക്കുമതി ചെയ്ത സ്പൈഡർമാൻ. ഓക്കെ, ഇവിടെ കുറെ പേരുണ്ട് ഗൈസ്, നമുക്ക് എല്ലാവരെയും പരിചയപ്പെടാം. എന്താണ് പറയാനുള്ള? ഹലോ ഗൈസ്, ഞാൻ ഇപ്പോൾ അറബിയായി മാറിയിരിക്കുകയാണ് ഗൈസ്. ഇത് നമ്മൾ പൊളിക്കും ഗൈസ്. ഇത് ഓൺ തന്നെയാണ് ആദ്യം. ആദർശേട്ടൻ. അതെ അതെ, പിന്നെ എനിക്കൊരു
Salah al Masudi wale laki sama. Welcome Allahu Akbar. നമ്മുടെ പ്രിയപ്പെട്ട ചങ്ക് ധനീഷിന്റെ കല്യാണത്തിന് ഒമാനിൽ നിന്ന് വന്ന അറബി സുഹൃത്തുക്കൾക്ക് കേരളത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ലെറ്റ്സ് വെൽക്കം ദം ടു കേരള. ഇതാണ് ആക്ച്വലി ഗിഫ്റ്റ് കേട്ടോ, നമ്മുടെ ഗിഫ്റ്റ് ഇതാണ്. ഇവര് കൊണ്ടുപോവുക അറബിയുടെ കൂടെ. കണ്ട Guys, അറബി. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് നമ്മുടെ കല്യാണം കളരിയാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. കരളി. നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഭയങ്കര വിശന്നിട്ട് ഫുഡ് കഴിക്കാനായിട്ട് വന്നിട്ട് ഫുഡ് തീർന്നു പോയി ഗൈസ്. തീർന്നു പോയില്ല ഗൈസ്, ഞങ്ങളെ പുറത്താക്കി ഗൈസ്. ഞാനിത് ആദ്യമായിട്ടാണ് കഴിക്കാൻ ചോറ്. എത്രത്? അത് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അത് ഒന്നാമത്തെ പ്രാവശ്യമാണോ രണ്ടാമത്തെ പ്രാവശ്യമാണോ. ഒന്നാമത്തെ പ്രാവശ്യം. ഓ ശരിയാണ്. ഇമ്പ്രോവായിട്ട് ജെറി നിൽക്കുന്നുണ്ട്, കാണിച്ചു തരാണ്. കുറെ ഫാൻസ് പേജ് ഉള്ള പയ്യനാണ്, പക്ഷെ കമ്മിറ്റഡ് ആണ് ഓൾറെഡി. അതുകൊണ്ടായിരുന്നു നോക്കണ്ട. ഞാൻ സിംഗിളാ. ഞാൻ സിംഗിൾ ആണ്. എന്നെ അറിയാമല്ലോ എല്ലാവർക്കും. ഞാൻ സിംഗിൾ ആണ്, പണ്ടേ സിംഗിൾ ആണ്. അത് 2 മാസം മാത്രമാണ് ഈ സിംഗിൾ. 2 മാസം സിംഗിൾ ഫോർ 2 months. 2 months. സിംഗിൾ അല്ല, കല്യാണം സെപ്റ്റംബറിൽ. സിംഗിളാണ് കമ്മിറ്റ് ആണോ ആലോചിച്ചു. നോക്കുകയാണെങ്കിൽ ഒന്ന് ആണെങ്കിൽ ഒന്നും കൂടെ. മാലിങ്ങനെ കാണിക്കാൻ വേണ്ടിട്ട്. അതെ അതെ, ഉറപ്പായിട്ടും കൊള്ളല്ലേ. റിച്ചേ അയ്യോ യമുന നമ്മളെ നോക്കി കൈ വീശുന്നു. അപ്പോ നമ്മുടെ ഇന്നത്തെ കല്യാണം വളരെ ഭംഗിയായിട്ട് നടന്നു. നമ്മള് വിചാരിച്ച പോലെ അത്രയും ഒരു പെർഫെക്ഷൻ ആയില്ല, എന്നാലും വിചാരിച്ച പോലെ കുറച്ച് നമ്മൾ പ്ലാൻ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ധനീഷ് എന്ന് പറയുമ്പോൾ അങ്ങ് ഒമാനിലാണ് അങ്ങനെ വർക്ക് ചെയ്യണം. അപ്പം കല്യാണത്തിന് വേണ്ടി നാട്ടിൽ വന്നപ്പോൾ നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഫുൾ എല്ലാവരും ഒരു അറബി ഡ്രസ്, അങ്ങനത്തെ ഫുൾ അറബി ഡ്രസ്സിലൊക്കെ വന്ന് ഫുൾ അങ്ങനെ സർപ്രൈസ് ചെയ്യിപ്പിച്ച് അങ്ങനത്തെ ഒക്കെ കുറച്ച് പ്ലാനിലൊക്കെ ആയിരുന്നു. പക്ഷെ അതുപോലെ നടന്നില്ല. ജസ്റ്റ് എല്ലാവരും സർപ്രൈസ് ആയി, അതാണ് സന്തോഷം. ദെൻ കൊള്ളാം. പിന്നെ അതേ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇതാ വീണ്ടും തിരിച്ച് ഞാൻ വേറൊരു ചേട്ടൻ്റെ വീട്ടിലോട്ട് വന്നു. ഇവിടെ നിന്ന് ഇനി രാത്രി ഡാൻസ് പ്രാക്ടീസ് അങ്ങനത്തെ ഒരു പ്ലാനിലൊക്കെയാണ്. അല്ല എന്ന് പറഞ്ഞാൽ നൈറ്റ് നമുക്ക് അവിടെ ഡാൻസ് ഒക്കെ കളിക്കണം എന്നുള്ളൊരു പ്ലാനുണ്ട്. അങ്ങനെ ഡാൻസ് ഇനി സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം അതിൻ്റെ പ്രാക്ടീസ് വീഡിയോസ് ഞാൻ ചിലപ്പോൾ എടുക്കാം. അതുകൊണ്ട് തന്നെ വീഡിയോസ് ഒക്കെ കുറേ കാറ്റിക്കൂട്ടി എന്തൊക്കെ ഞാൻ ചെയ്ത് അതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ, ക്ഷമിക്കണം. ഞാൻ ജസ്റ്റ് തുടക്കമാണ്. എൻ്റെ കുറേ ഐഡിയാസിൽ ഞാൻ എന്തൊക്കെ ചെയ്യുന്നു, ഇനി ഇമ്പ്രൂവ് ചെയ്യാൻ ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ഇമ്പ്രൂവ് ചെയ്യും. ഓക്കെ, ദെൻ നമുക്കിനി ഈവനിങ് വിശേഷങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ചില പാർട്ട് 2 ഞാൻ ഇടുവാൻ ചാൻസ് ഇല്ലായിരിക്കും. ഇതൊക്കെ കട്ട് ചെയ്ത് തരുമ്പോൾ ആവശ്യമില്ലാത്തൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞാൽ പിന്നെ സമയം കിട്ടുമെന്ന് അറിഞ്ഞൂടാ. നോക്കട്ടെ, എനിക്ക് പാർട്ട് 2 ആയിട്ട് ഇടാം, അല്ലെങ്കിൽ എല്ലാം സെറ്റായിട്ട് ഒറ്റ വീഡിയോ തന്നെ കാണാം. ആൻഡ് ഗൈസ്, സപ്പോർട്ട് ചെയ്യുന്നതിനൊക്കെ നന്ദിയുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ വേറെ ഒന്നും പറയാനില്ല. സന്തോഷം, അത്രയും. ഓക്കെ, ബൈ.